പഞ്ചാബിലെ 117 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തോടെ തുടർഭരണം നിലനിർത്താൻ കഴിയുമെന്ന വിശ്വാസം അവർക്കുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടകളിൽ ഒന്നായിരുന്ന പഞ്ചാബിൽ ഉണ്ടായ 2022 നഷ്ടം, അതിന് കാരണം നിരവധി ഘടകങ്ങളായിരുന്നു എന്ന് നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രതാപ് സിംഗ് ബാജ്വ പറയുന്നുണ്ട്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നു. അദ്ദേഹത്തിന് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കും. എന്നാൽ അമിതമായി ആരും ഒന്നും വ്യാമോഹിക്കേണ്ട. കൃത്യമായി പണിയെടുക്കുന്നവന് അതിനനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ പ്രസ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം അദ്ദേഹം പറയുകയാണ്. അമരീന്ദർ സിംഗ് കാണിച്ചത് ശുദ്ധ നെറുകേടായിരുന്നു. ഒപ്പം നിർത്തിയ പ്രസ്ഥാനത്തെ ഏറ്റവും ദുർബല ഘട്ടത്തിൽ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം BJP നേതൃത്വവുമായി സഖ്യം ചേർന്നു. എന്നിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടിയോ? ഒടുവിൽ തിരിച്ചു വരുന്നു. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ തകർക്കാൻ മാത്രമുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. അതിനകത്ത് കള്ളവും വഞ്ചനയും ചതിയും എല്ലാ തരത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ നേതാക്കൾ സമ്പാദിച്ചു കൂട്ടിയ പണവും അവർക്കെതിരെ നടക്കുന്ന വിജിലൻസ് കേസുകളും മനസ്സിലാക്കിയാൽ അറിയാം. കെജ്രിവാളും മനീഷ് സിസോദിയും ഇപ്പോഴും വിറങ്ങലിച്ച് തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും പ്രതാപ് സിംഗ് ബാജ്വ പറയുന്നുണ്ട്. നവജോത് സിംഗ് സിദ്ധുവും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും തമ്മിലുള്ള പടലപ്പിണക്കം വ്യക്തി കേന്ദ്രീകൃതം ആയിരുന്നെങ്കിൽ പോലും അത് എങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന് അള്ളുവെക്കുന്നതിലേക്ക് വഴിതിരിച്ചതെന്നും അതിന്റെ നേട്ടം എങ്ങനെ ആം ആദ്മി നേടിയെടുത്തു എന്നുള്ളതും തെളിവ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. പഞ്ചാബിൽ മാത്രമല്ല, ഡൽഹിയിലും അതേ പ്ലാൻ തന്നെയാണ് നടപ്പിലാക്കിയത്. ഇപ്പോൾ മെല്ലെ മെല്ലെ BJP വളർന്നു വരാൻ ശ്രമിക്കുന്ന കാഴ്ച പഞ്ചാബിൽ പല സ്ഥലത്തും കഴിഞ്ഞ ലോക്സഭയിലൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ ഉണ്ടായി എങ്കിൽ പോലും ബാലറ്റ് പേപ്പർ പഞ്ചാബ് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ കൊണ്ടുവന്നപ്പോൾ BJPയുടെ കഥ മറ്റൊന്നായി. കെട്ടിവെച്ച കാശ് പോലും പല വാർഡുകളിലും കിട്ടാതെ, 2 അക്കം വോട്ട് പോലും തയ്ക്കാൻ കഴിയാതെ ഉഴറുന്ന ഏറ്റവും പരമദരിദ്രമായിട്ടുള്ള ഒരവസ്ഥ. അവരുടെ ഇപ്പോഴത്തെ ആസ്തി നോക്കൂ. ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി അവരുടെ പാർട്ടിയുടെ ആസ്തി എന്ന് പറയുന്നത് 10,000 കോടിക്ക് മേളിലാണ്. തൊട്ടടുത്ത ആസ്തി നിൽക്കുന്ന പ്രസ്ഥാനമായ കോൺഗ്രസ് ഈ രാജ്യം 54 കൊല്ലം ഭരിച്ചു മുടിച്ചുവെന്ന് അവർ എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ കയ്യിലെ ആസ്തി വെറും 600 കോടിക്ക് താഴെയാണ്. എങ്ങനെ സംഭവിച്ചു ഇത്? ഇതെങ്ങനെയാണ് BJP ഇത്ര കണ്ട് വളർന്നത്? എങ്ങനെയാണ് നേതാക്കന്മാർ ഇത്രയധികം ധനികരായത്? എങ്ങനെയാണ് കോർപ്പറേറ്റുകൾക്ക് ഇത്രയധികം ലാഭം എല്ലാ വർഷവും പ്രതിവർഷവും ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അവരുടെ അസറ്റ് 10 മടങ്ങ് വർദ്ധിക്കുന്നത്? പഞ്ചാബിൽ അവിടുത്തെ കൽക്കരി അഴിമതിയുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയിലെ നേതാക്കൾ വളരെ വൈകാതെ തന്നെ തന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കുടുങ്ങുമെന്നും അവർ പിന്നെ വളരെ വൈകാതെ തന്നെ രാഘവ് ചന്ദയെ പോലെ മാതൃപാർട്ടിയായ BJPയിലേക്ക് പോകുമെന്നും ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ഈ നിഗൂഢ പദ്ധതി അവസാനിപ്പിച്ച് ഒടുവിൽ മച്ചാനും കോംപ്രമൈസ് ആകുമെന്നും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പ്രതാപ് സിംഗ് ബാജ്വ.